2 കഴിഞ്ഞാൽ ഓണമെങ്കിൽ വന്നു. പക്ഷേ കോഴിക്കോടും ജില്ലാ ആസ്ഥാനങ്ങളിലും തലസ്ഥാനത്തും ഒന്നും ഓണം വന്നതിൻ്റെ ഒരു തോന്നൽ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. സാധാരണ ഓണം ആവുന്ന സമയത്ത് കച്ചവടമൊക്കെ പിടിക്കണം, കലാകാരന്മാർക്ക് ഒരുപാട് ബുക്കിംഗ് ഒക്കെ വേണം. ബുക്കിംഗ് ഒക്കെ വന്നോ നിങ്ങൾക്ക്? ഇല്ല, ബുക്കിംഗ് നടക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഇതുവരെ ഒരു പ്രോഗ്രാം പോലും കിട്ടാത്ത എത്രയോ കലാകാരൻ. ഒന്നുമില്ല, ഒരു പ്രോഗ്രാം ബുക്കിംഗ് വന്നിരുന്നു, അപ്പോൾ കുറേ ക്യാൻസൽ വന്നു. കണ്ടോ, അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർ കലാകാരന്മാരാണ്. ഈ കലാകാരന്മാർക്ക് ബുക്കിംഗ് ആവശ്യം. അതുപോലെ തുണിക്കച്ചവടക്കാരുണ്ട്. നമ്മളിവിടെ തുണിക്കച്ചവടം നടത്തുന്നുള്ളൂ. കച്ചവടം എങ്ങനെ തുടങ്ങിയോ? കച്ചവടം തീരല്ല. അതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ്. നമുക്ക് വിശദമായിട്ട് ഇവരുടെയൊക്കെ പ്രതികരണം ചോദിക്കാം. ഇതാണ് അവസ്ഥ. ഓരോ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടാണെന്ന് ഓർമ്മ വേണം. കോഴിക്കോടൊക്കെ ഓണാഘോഷം തുടങ്ങുന്ന ഈ സമയമാകുമ്പോഴേക്ക് കച്ചവടം പൊടിപിടിക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും കച്ചവടം പൊടിപൊടിക്കേണ്ട സമയം തന്നെയാണ്. ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം സർക്കാർ അനവസരത്തിലാണ് ഇത് പ്രഖ്യാപിച്ചതെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു 20-25 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ സമയത്താണ് സർക്കാർ ഏതൊരു സർക്കാരിനായാലും ആ തരത്തിലൊരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കച്ചവടക്കാരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ദുരന്തം നമ്മൾ മുന്നിൽ കണ്ടിട്ടൊന്നുമില്ല. ഇതിന് മുൻപ് തന്നെ കച്ചവടക്കാർ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറെടുപ്പ് നടത്തി നിൽക്കുന്നവരായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണാഘോഷം നമ്മൾ സാധാരണ കച്ചവടക്കാരോട് കൂടി കേരളത്തിലെ ജനങ്ങൾ ആഘോഷിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഈ ഒരു ദുരന്ത മുഖത്ത് ഒരു ഓൺലൈൻ കമ്പനിക്കാരോ ഒരു ആമസോണോ ഫ്ലിപ്കാർട്ടോ അത്തരത്തിലുള്ള യാതൊരു കമ്പനികളും ഈ വയനാട് ദുരന്തത്തെ സഹായിക്കാൻ മുന്നിലുണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ഒരു ഉടമ വന്ന് വയനാട്ടിൽ വന്നിട്ട് ഒരു കടമുറി വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത്, ഒരു സ്കൂളിൻ്റെ മുറി ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നത്, അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് വാഹനങ്ങൾ സ്പോൺസർ ചെയ്ത് കൊടുത്തത്, അവരുടെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്, ഫർണിച്ചർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ആമസോൺ ബ്രാൻഡ് വന്നത് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും ഒരു ഫ്ലിപ്കാർട്ട് ബ്രാൻഡ് വന്നത് കണ്ടോ? ഇതിനൊന്നും നമ്മൾ അടച്ചാക്ഷേപിക്കുകയില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ വിളി കേൾക്കാൻ ശത്രുവാണെങ്കിലും തൊട്ടടുത്തുള്ള പലചരക്ക് കച്ചവടക്കാരനെ ഉണ്ടാവത്തുള്ളൂ. പറ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ പുള്ളി അല്പം ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോവും. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായ ഒന്ന് വിളിച്ചാൽ ആമസോണിലെ മുതലാളി വരത്തില്ല, അതവിടെ ഇരിക്കും. വിളിക്കുന്ന തൊട്ടപ്പുറത്തുള്ള പലചരക്ക് കടക്കാരനാണ്. ഞാൻ ആമസോണിനെ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷേ ഈ ആഘോഷങ്ങൾ കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ചെറുതല്ല. ഞാനൊന്ന് നെഹ്റു ട്രോഫി വള്ളംകളി വേണമെന്ന അഭിപ്രായം നിങ്ങൾ കോഴിക്കോട്ടുകാർക്കുണ്ടോ? ആഘോഷങ്ങളെല്ലാം തന്നെ വേണം, നമുക്കറിയാം. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും വേണം നെഹ്റു ട്രോഫി വള്ളംകളി. ഞങ്ങൾ അതിൽ ദുഃഖത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് ഞങ്ങൾക്ക് ആഘോഷങ്ങൾ ഒഴിവാക്കരുത് എന്നുള്ളൊരു നമ്മൾ എല്ലാ ദുഃഖങ്ങളിലും പങ്കെടുക്കും. മാത്രമല്ല കോഴിക്കോട്ടുകാരാണ് ഇവിടുന്ന് ആദ്യം വണ്ടി ഓടിച്ച് അവിടെ എത്തിയതും, അല്ലേ? മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ് വയനാട് മേഖലയിൽ രക്ഷാപ്രവർത്തനം ആദ്യം നടത്തിയതും. അപ്പോൾ തീർച്ചയായും നമുക്ക് ഓണാഘോഷങ്ങൾ വേണം. സർക്കാർ അന്നെടുത്ത തീരുമാനം ആ ഘട്ടത്തിലൊരു ഞെട്ടലിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഉചിതമായ തീരുമാനമാണ് ആ ഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ കരകയറി വരുമ്പോൾ കച്ചവടങ്ങൾ പ്രതീക്ഷിച്ചതിലും താഴേക്ക് പോയിരിക്കുന്നു. സാമൂഹിക ജീവിതത്തിലുള്ള ആഘോഷവും ചിരിയും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. സ്വകാര്യ ഇടങ്ങളിൽ പോലും ഈ പറയുന്ന ആഘോഷങ്ങൾ കുറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. കലാകാരന്മാർക്ക് ബുക്കിംഗ് കുറയുന്നു, കച്ചവടക്കാർക്ക് കച്ചവടം നടക്കുന്നില്ല. തുണിക്കച്ചവടം എടുത്ത സാധനങ്ങളെല്ലാം സ്റ്റോക്കായിട്ടിരിക്കുന്നു. പൂക്കച്ചവടമില്ല. കാരണം കോളേജുകളിലും സ്കൂളിലും ഒന്നും ഔദ്യോഗിക ഓണം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ പലരും വേണ്ട എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോഴിക്കോടുകാരുടെ ഐക്യദാർഢ്യം നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയോട്, അല്ലേ? നിർബന്ധമായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണം ഈ പ്രാവശ്യം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ വള്ളംകളി? പോയിട്ടില്ല. വള്ളംകളി പോയിട്ടില്ല, പക്ഷെ വള്ളംകളി ആഘോഷം വേണമെന്നോ. പക്ഷെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഒരു ആവേശമുണ്ട്. കേരളത്തിന്റെ ആഘോഷം നിലനിർത്തണം, എന്നാലേ ഇവിടെ ബിസിനസ് വർദ്ധിക്കുകയുള്ളൂ. സാറിന്റെ ഈ ഇതുപോലുള്ള ചാനലുകൾ ഉണ്ടാകുമ്പോൾ വെറുതെ അവിടെ പോയിട്ട് ഈ വള്ളംകളി കാണണമെന്നൊന്നുമില്ല. ഇതുപോലത്തെ ചാനലുകൾ പൂർണ്ണമായും 16 ക്യാമറകളിലൂടെ ആയിരിക്കും നമ്മളെ കാഴ്ച പ്രേക്ഷകർക്ക് തരിക. അതെ. അപ്പൊ നമ്മൾ അതോടെ പോകണമെന്നില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്നത് തന്നെ നമ്മൾക്ക് വലിയൊരു സന്തോഷമാണത്. നമ്മൾ പൂർണ്ണമായി ഇതിൽ 24 hours ഇല്ലെങ്കിലും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഈ ചാനലുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് പള്ളാത്തുരുത്തിയിലെ